അങ്ങനെ 14-ാം ദിവസം 26 ഇന്ത്യൻ ജീവനുകൾക്ക് ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ അതേ മറുപടി, അതേ നീതി നിറവേറ്റിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. കരസേനയുടെ, വ്യോമസേനയുടെ, നാവികസേനയുടെ സംയുക്താഭ്യാസത്തിൽ ഇന്ത്യ 1971 ശേഷം ഇതാദ്യമായി പാകിസ്ഥാന്റെ മണ്ണിൽ കയറി നമ്മളുടെ ഇന്ത്യൻ ജീവനെടുത്ത പാകിസ്ഥാന്റെ തീവ്രവാദത്തിന്റെ വേരറുത്തിരിക്കുന്നു. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 9 ഇടങ്ങളിലാണ് ഇന്ത്യയുടെ സംയുക്ത സേന ഇന്ത്യ ഇന്നലെ 1:44 കൃത്യമായും കുറിച്ചുവെച്ച സമയമുഹൂർത്തത്തിൽ പാകിസ്ഥാനിലും പാക് ഒക്കുപൈഡ് കാശ്മീരിലുമായി ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തൊയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ സംയുക്ത വ്യോമാഭ്യാസത്തിൽ തകർന്നത്. പേര് ഓപ്പറേഷൻ സിന്ധു. ഇത് പഹൽഗാമിന് മാത്രമല്ല, ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന് ഇന്ത്യ നൽകിയ മറുപടി. ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം കൃത്യമായി എണ്ണം പറഞ്ഞ് ഹഫീസ് സയ്യിദിന്റെയും മസൂർ അസദിന്റെയും കേന്ദ്രങ്ങളിൽ ഇന്ത്യ കയറി അടിച്ചു. ഇന്നലെ 1:44 ഇന്ത്യയുടെ സൈന്യം ആ 26 പേരുടെ ജീവനും മറുപടി നൽകി. നമ്മളിൽ പലരും ജീവൻ കൊടുക്കേണ്ടി വരും. मैं ऐसा कोई हुक्म नहीं दूंगा जो मैं पालन नहीं कर सकता हूं. നിങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാവും. എനിക്കൊറ്റയ്ക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. വിശദീകരിക്കാം. എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ, ഏതൊക്കെ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത്, എവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തിയത്, എങ്ങനെയായിരുന്നു ആക്രമണത്തിന്റെ കാര്യങ്ങൾ. 1:44 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ റിലീസ് പ്രകാരം ഇന്ത്യയുടെ സംയുക്ത സേന, നാവിക, വ്യോമ, കരസേനകൾ നടത്തിയ ആക്രമണമാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതിലും വലിയ പ്രഹരം നമ്മൾ ഏൽപ്പിച്ചു. പാകിസ്ഥാന്റെ ഒരു പൗരനെയും നമ്മൾ തൊട്ടിട്ടില്ല. പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി കേന്ദ്രത്തെയും നമ്മൾ ആക്രമിച്ചിട്ടില്ല. നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാന്റെ മണ്ണിൽ, പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ മണ്ണിൽ വെള്ളവും വളവും കൊടുത്തവർ നട്ടു വളർത്തുന്ന ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരരുടെ ട്രെയിനിങ് യാർഡുകളിലാണ്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി നമ്മളുടെ 26 മനുഷ്യജീവനുകൾ എടുത്ത ആ തീവ്രവാദികൾക്ക് ട്രെയിനിങ് നടത്തിയ കസൂരിയുടെയും ഹാഷിം മുസൈറ്റിന്റെയും ഒക്കെ തീവ്രവാദ യാർഡുകളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്. നോക്കൂ, ആക്രമണം നടത്തിയ, ടാർഗറ്റ് നടത്തിയ സ്ഥലങ്ങൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പറയാം. ഇന്ന് 12:27 ഈ സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള സംയുക്ത അഭ്യാസം നടന്നത്, ഈ ആക്രമണം നടന്നത് മുസാഫറാബാദ് എന്ന് പറയുന്നത് ലഷ്കർ എ തൊയ്ബയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുസഫറാബാദിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ 2 ടാർഗറ്റുകളിലാണ് തുടരെ ആക്രമണം ഉണ്ടായത്. റഫാലിന്റെ ശക്തമായ സ്കാൾപ്പ് മിസൈലുകളാണ് ഇവിടെ പതിച്ചത്. മുസാഫറാബാദിലെ 2 ടാർഗറ്റുകൾ നമ്മൾ ലക്ഷ്യമിട്ടു. അത് യഥാർത്ഥത്തിൽ ലഷ്കർ എ തൊയ്ബയുടെ ഹെഡ് ക്വാർട്ടറിന് നമുക്ക് പറയാം. മറ്റൊന്ന് കോട്ട്ലി എന്ന് പറയുന്ന മറ്റൊരു ടാർഗറ്റാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ മുസാഫറാബാദ് എന്നുള്ളത് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിരന്തരം ഇന്ത്യക്ക് ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെ ട്രെയിനിങ് നടത്തുന്ന പ്രദേശമാണ്. അപ്പോൾ 2 ഇടങ്ങൾ മുസാഫറാബാദിൽ, മറ്റൊരു പ്രധാനപ്പെട്ട ഇടം ബഹാവൽപൂരാണ്. പാകിസ്ഥാനിലുള്ള ബഹാവൽപൂരിലും നമ്മൾ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. അയാളുടെ ട്വീറ്റ് ശ്രീനഗർ ഉടൻ പാകിസ്ഥാൻ പിടിക്കുന്നതാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ എന്തൊരു വ്യാജ പ്രൊപ്പഗണ്ടയാണ് ശ്രീ മേജർ പറയുന്നത്. പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ഒരു ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് അടിച്ചിട്ടു എന്ന് പറഞ്ഞു. പിന്നീട് റഫാലായി, 1, 2 ആയി, 2, 3 ആയി, 3, 4 ആയി, ഇപ്പൊ ആയപ്പോഴേക്കും അത് 5, 6 എന്തോ ഒക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രൊപ്പഗണ്ട വെച്ച് ഇവര് ഇത് ലോകത്തിന് മുന്നിൽ പരിഹാസ്യമാവുന്നത് അറിയാത്തതാണോ, അവർ തിരിച്ചറിയാത്തതാണോ ശ്രീ മേജർ? അല്ല, ബിക്കോസ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെയൊക്കെ TV ചാനലിലെ ചർച്ചകൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ചർച്ചയിലൊക്കെ എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ എഴുന്നേറ്റൊന്ന് മറ്റുള്ളവരെ തല്ലാൻ പോവുക അല്ലെങ്കിൽ ഇടിക്കാനോ ചോട്ടെ, ദേ ആർ മെൻ്റലി ഡിസ്റ്റോർട്ടഡ്. കാരണം അവർക്ക് എന്താണെന്നുള്ള അവർക്ക് തന്നെ അറിയില്ല. ദേ ആർ സോ ഡിസ്കസ്റ്റഡ്. നുണ പറയാൻ ഒരു മടിയില്ലാത്തവൻ. മുഷറഫിൻ്റെ നുണ നമ്മൾ കേട്ടതാണ്. 99 കാർഗിൽ യുദ്ധം വന്ന സമയത്ത് ഇതൊക്കെ മുജാഹിദീനാണ്, എൻ്റെ ആൾക്കാരിലാണ്.
എല്ലാറ്റിൻ്റെ കയ്യിലും ഐഡൻറ്റി കാർഡുണ്ട്. എന്നിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ബനായ ഹോഗ. ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇവരിതൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിരുന്ന് ചിരിക്കാം, അല്ലെങ്കിൽ വേറൊന്നും. ശ്രീനഗർ പിടിക്കുന്നൊക്കെ പറഞ്ഞ ഒരു മര്യാദയില്ലേ? ഒരു മര്യാദ വേണ്ടേ? ഓർമ്മിക്കണം, 1974 ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തീവ്രവാദ ആക്രമണത്തെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രിസിഷൻ ടാർഗറ്റഡ് നീക്കങ്ങൾ നടത്തുന്നത്. നമ്മൾ ഉറിക്ക് ശേഷം സംഭവിച്ചത് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചടിച്ചത് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ നടത്തിയ ഒരു മിന്നലാക്രമണം വഴിയായിരുന്നു. പിന്നീട് പുൽവാമയിൽ നമ്മൾ നടത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ നടത്തിയത് സിൻക്രണൈസ്ഡ് ആയ സംയുക്ത സേനകളുടെ ഒരേ സമയത്തു തന്നെയുള്ള അറ്റാക്ക്. സമയം മുഹൂർത്തം തിരഞ്ഞെടുത്തു ഇന്ത്യൻ സേന. 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിലീസ് വരുന്നത് 1:44. അങ്ങനെ ഇന്ത്യ അർദ്ധരാത്രിയിൽ ഇന്നലെ പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്വഭാവം മിന്നൽ മിസൈൽ ആക്രമണം എന്നാണ് PIB വ്യക്തമാക്കിയിരിക്കുന്നത്. കര, നാവിക, വ്യോമസേന സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത്. സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു. ആക്രമണം നടത്തിയ സമയം 12:27. ഇന്ത്യ വിവരം സ്ഥിരീകരിക്കുന്നത് 1:44. ലക്ഷ്യമിട്ട കേന്ദ്രങ്ങൾ 7 മുസാഫറാബാദിൽ തന്നെ രണ്ടാമത്തെ സ്പോട്ട്. ബഹാവൽപൂർ, അത് പാകിസ്ഥാനിൽ, കോട്ട്ലി, ഛാകമ്രു, ഗുൽപൂർ, ബിംബർ, മുരീഡ് കെ, സിയാൽകോട്ട് 9 ഇടങ്ങളിലാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത്. ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനമായ മുരീഡ് കെ, ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂർ. ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസദിനെ പ്രേക്ഷകർക്ക് അറിയാം. മസൂദ് അസറിനെ വിമാനം റാഞ്ചിലുമായി ബന്ധപ്പെട്ട് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന ഭീകരനാണ്. ആ ഭീകരനെ പാകിസ്ഥാനിന്റെ സ്റ്റേറ്റ് ഗസ്റ്റിനെ പോലെയാണ് അവിടെ ഇപ്പോൾ നോക്കുന്നത്. ആ ബഹാവൽപൂർ അടക്കമുള്ള കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയ ഉപകരണങ്ങളെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. റഫാൽ പോർ വിമാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകൾ, 500 കിലോമീറ്റർ ദൂരം 450 കിലോഗ്രാം പേലോഡ് വഹിക്കാൻ ശേഷിയുള്ള സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകളാണ് ഇന്നലെ അറ്റാക്കിന് വേണ്ടി ഇന്ത്യൻ സേന ഉപയോഗിച്ചത്. റഫേലിൽ നിന്നുള്ള കൃത്യമായ ടാർഗറ്റ്, കൃത്യമായ കേന്ദ്രങ്ങളിൽ പോയി വീഴുന്നതിന്റെ ദൃശ്യങ്ങളും ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. ഹാമർ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് ഈ എല്ലാ അറ്റാക്കും നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുള്ള പ്രിസിഷൻ ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു നമ്മൾ നടത്തിയത്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷ ഭൂമിയിൽ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 14 ദിവസത്തിനു ശേഷം ഇന്ത്യയുടെ 26 മനുഷ്യരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ 14 ദിവസങ്ങൾക്കു ശേഷം നമ്മൾ 12:27 പാകിസ്ഥാന്റെ മണ്ണിലും പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ മണ്ണിലും കടന്നു കയറി ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാനിന്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ, പ്രൊഫസർ ഓഫ് ടെററിസത്തിന്റെ കോളേജുകളെ, ടെററിസം കോളേജുകളെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു.